കേന്ദ്ര സർക്കാരുകളുടെ പല പദ്ധതികളും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ പേര് മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംസ്ഥാനത്ത് ഇടതു സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഇടതു സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണം കേരള സർക്കാരിന്റെ പരിപാടിയെ അവതരിപ്പിക്കുന്നത് ലജ്ജാകരമാണ്. PM പോഷൻ അഭിയാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതിന്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റി പത്രത്തിൽ പരസ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് 10,67,000 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 11 കോടി വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നതാണ് PM പോഷൻ അഭിയാൻ എന്ന പദ്ധതി. സംസ്ഥാനത്ത് 12,000 സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. 26 ലക്ഷം കുട്ടികൾക്ക് ഇതിലൂടെ ഭക്ഷണം ലഭിക്കുന്നുമുണ്ട്. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ 12,467 കോടി രൂപ ചെലവഴിച്ചു. 25,33,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. രാജ്യത്തെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണമാണിത് ലക്ഷ്യമാക്കുന്നത്. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. എന്നാൽ ഈ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് നിർഭാഗ്യകരമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ 3 വിധത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതികളുടെ പേരുകൾ മാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി പദ്ധതികളുടെ പേരുകൾ ചുരുക്കരൂപം പ്രചരിപ്പിക്കുക എന്നതാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നതിനെ PMKVY എന്ന് മാത്രം അവതരിപ്പിക്കുകയും മൂന്നാമത്തെ പദ്ധതിയെ നടപ്പിൽ വരുത്താത്തതും അട്ടിമറിക്കലാണ്. ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ അവതരിപ്പിക്കുന്നതിനെ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി കേരളത്തിൽ അവതരിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രിയുടെ താക്കീതുമുണ്ടായിരുന്നു. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിക്കുന്ന പിണറായി സർക്കാരിന് നിരവധി പരാതികളാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ളത്. പദ്ധതി ചെലവിനായി നൽകിയ പണം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ സ്വന്തം പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ രംഗത്തെത്തിയിരുന്നു. നിലവാരമില്ലാത്ത നടപടിയാണെന്നും സദാനന്ദ ഗൌഡ കുറ്റപ്പെടുത്തി. ഇത്തരം വില കുറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്ന് പിണറായി വിജയൻ സർക്കാർ പിന്തിരിയണമെന്നും കേന്ദ്ര താക്കീത് നേരത്തെ നൽകിയിരുന്നു. കേന്ദ്രം കൊടുക്കുന്ന പണം സംസ്ഥാനത്ത് കൃത്യമായി വിനിയോഗിക്കാതെ വന്നപ്പോൾ അധ്യാപകർക്ക് പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഉച്ചഭക്ഷണം നൽകേണ്ടി വന്നിരുന്നു. സംസ്ഥാനം മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ ഫണ്ട് വഴിമാറ്റി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്രം അവഗണിക്കുന്നുവെന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് CPIയുടെ ലക്ഷ്യമെന്നും കുമ്മനം പറഞ്ഞു. PMC പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്ത് 1,13,00,000 രൂപ കേന്ദ്രം നീക്കിവെച്ചിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഓരോ സ്കൂളിലും കിട്ടേണ്ടതാണ്. എന്നാൽ സംസ്ഥാനം ഇതിൽ ഒപ്പുവെക്കുന്നില്ല. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണ് അതിന്റെ കാരണം. മറ്റു സംസ്ഥാനങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ കേരളം മാറി നിൽക്കുകയാണ്. ദേശീയപാത വികസനത്തിന് കൊടുക്കുന്ന തുകയുടെ 30% പോലും കേരളം ചിലവഴിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ 100% ചിലവഴിക്കുന്നു. കേന്ദ്ര പദ്ധതികൾ എല്ലാം ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. പലതും പേര് മാറ്റി വികലമാക്കുന്നുവെന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു.